ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും യമ്മി ഫുഡിലേക്ക് സ്വാഗതം. എങ്ങനെയാണ് സമൂസ ഷീറ്റ് നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി വെക്കാമെന്നുള്ളതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നമുക്ക് സൂക്ഷിച്ച് വെക്കാനും പറ്റും. പിന്നെ നമ്മൾ സമൂസ ഒക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ കുറച്ച് സമയം മുമ്പ് അങ്ങ് പുറത്തെടുത്ത് വെച്ചാൽ മതി. പിന്നെ അതിൻ്റെ തണുപ്പ് അങ്ങ് പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ സമൂസ ആണെങ്കിലും സ്പ്രിംഗ് റോൾ ആണെങ്കിലും എന്താണെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 500 ml കപ്പിൽ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കേണ്ട, ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ മാത്രം ചേർക്കുക. അതുകൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. കൈകൊണ്ട് മിക്സാക്കി എടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ഉപ്പും ഓയിലൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന രീതിയിൽ മിക്സാക്കി എടുക്കുക. ഇത് രണ്ടും കൂടെ മിക്സാക്കി എടുത്തതിന് ശേഷം മാത്രം വെള്ളമൊഴിച്ച് കുഴച്ചെടുത്താൽ മതി. ഇനി ഇത് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഇതിന് വേണ്ടി ഞാൻ 500 ml വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് ആദ്യം തന്നെ ഒഴിക്കേണ്ട, കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്കിത് കുഴച്ചെടുത്തിട്ട് നോക്കാം എത്രത്തോളം ആവശ്യം വന്നു എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കുക, നല്ല സോഫ്റ്റ് ആവുന്ന വരെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കണ്ടില്ല, നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇപ്പം ഞാനിതിലേക്ക് 500 ml വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് ആകെ 200 ml മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ 300 ml ഞാനിതിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വെള്ളം കൂടി പോവരുത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കുക. ഇനി ഇത് ഒരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ നന്നായിട്ട് റാപ്പ് ചെയ്തിട്ട് മാറ്റി വെക്കുക. നനഞ്ഞ തുണി മുകളിൽ ഇട്ടാലും മതി. ഇനി ഇത് അരമണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. ഒരുപാട് പൊങ്ങി വരുമൊന്നുമില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ നമുക്ക് കിട്ടും. ഇപ്പോൾ അരമണിക്കൂർ ഞാനിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞ് പോലത്തെ ഡോ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഓരോന്നായിട്ട് പരത്തിയെടുക്കണം. അതിനുവേണ്ടി ഞാൻ കൗണ്ടർ ടോപ്പ് നന്നായി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇവിടെ മാവ് മുഴുവനായിട്ട് വെച്ചിട്ട് റോൾ ചെയ്തെടുക്കുക. റോൾ ചെയ്തിട്ട് നമുക്ക് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് ഒരേ വലുപ്പത്തിൽ, ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇത് ചെയ്തെടുക്കാനും പറ്റും. അല്ലെങ്കിൽ ചപ്പാത്തി പലൊക്കെ എടുത്താലും മതി. അപ്പോൾ ഞാനിത് ഏകദേശം ഒരേ വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇത് മുഴുവനായിട്ട് കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ നിന്ന് ഓരോന്ന് എടുക്കുക. ഓരോന്ന് എടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് പൂരിക്കൊക്കെ പരത്തിയെടുക്കുന്ന പോലെ നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് തിന്നായി പോവണ്ട, കുറച്ച് തിക്നെസ്സിൽ പരത്തിയെടുക്കുക. ഇതുപോലെ ചെറിയ ചെറിയ റൗണ്ട് ഷേപ്പിലാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പരത്തിയെടുക്കാൻ പറ്റും. ഞാൻ ഈ മുറിച്ച് വെച്ച എല്ലാ കഷ്ണങ്ങളും ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ഇനി ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് തന്നെ നമുക്ക് ഇത് ഓരോന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കാൻ ആവശ്യത്തിന് കുറച്ച് പൊടി വേണം. ഒരു മൈദ തന്നെ എടുക്കുക. ഇത് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് അതിന് മുകളിൽ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. അല്ല, ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ തിന്നാവണ്ട, കുറച്ച് തിക്നെസ്സിൽ പരത്തിയെടുക്കുക. നമ്മുടെ കയ്യിൽ ഇതുപോലെ സമൂസ ഷീറ്റൊക്കെ സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും അല്ലേ? അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. പരത്തിയെടുത്തിട്ട് കണ്ടില്ലേ, ഇതുപോലെ പരത്തിയിട്ട് കുറച്ച് തിക്കായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഒരുപാട് തിന്നായി പോവണ്ട. ഇതുപോലെ പരത്തിയിട്ട് അങ്ങ് മാറ്റി വെക്കുക. ഇനി നമുക്ക് അടുത്ത പീസ് കൂടെ എടുത്തിട്ട് പരത്തിയെടുക്കുക. ഇപ്പോൾ ഞാൻ 2 എണ്ണം പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്നിന് മുകളിൽ ഒന്നായിട്ട് ഓയിലും പൊടിയൊക്കെ ഇട്ടിട്ട് ലെയറാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടി ഓരോന്ന് ചെയ്തെടുത്താലും മതി, അല്ലെങ്കിൽ മുഴുവൻ പരത്തിയെടുത്തതിന് ശേഷം ചെയ്താലും മതി. ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും ഒരു വെജിറ്റബിൾ ഓയിൽ എടുക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇതിന് മുകളിലായിട്ട് പരത്തി കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ പൊടി ഇടുമ്പോൾ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇട്ട് കൊടുക്കുക. നമ്മളിത് എല്ലാം കൂടെ വെച്ചിട്ട് നന്നായിട്ട് പരത്തിയെടുക്കുന്നതല്ലേ, അപ്പോൾ ഓരോന്നായിട്ട് ലെയേഴ്സായിട്ട് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ പൊടിയുടെ അളവും എണ്ണയുടെ അളവും കുറഞ്ഞു പോകാൻ പാടില്ല. ഇതിന് മുകളിലായിട്ട് അടുത്ത പരത്തി വെച്ചതും ഇതുപോലെ വെച്ച് കൊടുക്കുക.
ഇനിയും എല്ലാതും പരത്തിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കുക. എണ്ണ ഒഴിക്കുക, എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഇട്ട് കൊടുക്കുക. അതിന് മുകളിലായിട്ട് അടുത്തതും വെച്ച് കൊടുക്കുക. അതുപോലെ മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കുക. ഞാൻ അവസാനമായിട്ടുള്ളതും പരത്തിയിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ലെയേഴ്സും വെക്കുമ്പോൾ എണ്ണയും പിന്നെ പൊടി ഇട്ട് കൊടുക്കാനും മറക്കരുത്. ഇനി മുഴുവനായിട്ടൊന്ന് പരത്തിയെടുക്കണം. ഇപ്പോൾ നമ്മൾ ലെയറാക്കി വെച്ചിട്ടുള്ള ഈ മാവുണ്ടല്ലോ, ഇത് മുഴുവനായിട്ട് നമ്മൾ പരത്തിയെടുക്കണം. ഇതിന് മുകളിലായിട്ട് കുറച്ച് പൊടി ഇട്ടിട്ട് നമ്മൾ സാധാരണ പരത്തിയെടുക്കുന്ന പോലെ ഇത് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം വലിപ്പമുള്ള പാൻ ഉണ്ടോ ഏറ്റവും വലിയ പാനിനനുസരിച്ച് ഇത് പരത്തിയെടുക്കുക. നമ്മൾ പത്തിരി ഉണ്ടാക്കിയെടുക്കുന്ന കല്ല് അല്ലെങ്കിൽ നമ്മൾ ദോശക്കല്ലില്ലേ, അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിരിക്കും. നമ്മൾ വലുത് തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് ചൂടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ദോശക്കല്ലുള്ളതുകൊണ്ട് അതിൻ്റെ വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ നന്നായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ദോശക്കല്ലിൻ്റെ വലുപ്പത്തിൽ ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് കല്ല് ചൂടാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എടുക്കുന്ന പാന് അല്ലെങ്കിൽ ദോശക്കല്ല് എന്താണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചൂടാക്കി എടുത്താൽ മതി. ഒരു സൈഡ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ അങ്ങോട്ട് അപ്പുറം മറിച്ചിടുക. മറിച്ച് വെച്ചതിന് ശേഷം നല്ല വെയിറ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചട്ടകയിട്ടൊക്കെ പൊന്തിക്കുമ്പോൾ അത് പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. അപ്പോൾ രണ്ട് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ചൂടാക്കി എടുക്കുക. ഒരേ സൈഡിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ആ സൈഡിലുള്ള ഷീറ്റ് അങ്ങ് മുരിഞ്ഞു പോകും. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഓരോ ലെയർ അങ്ങ് വിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഈ പാനിൽ നിന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ നടുവിലൊക്കെ ആയിട്ട് പൊങ്ങി വരും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് സ്റ്റീം കയറിയിട്ട് ഉൾഭാഗമൊക്കെ നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വെന്തിട്ടുണ്ടാവും. ആ സമയത്ത് തന്നെ നമുക്ക് ഇതിൽ നിന്ന് മാറ്റുക. അപ്പോൾ നമ്മുടെ ഈ ഷീറ്റ് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഞാനിതിൽ നിന്ന് മാറ്റുകയാണ്. അപ്പോൾ മാറ്റി വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഒരു ഭാഗത്ത് തവി വെച്ചിട്ട് പൊന്തിക്കുക, പിന്നെ ഒരു ഭാഗത്ത് കൈ കൊണ്ടൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് മാറ്റി വെക്കുക. മാറ്റി വെച്ചിട്ട് നന്നായിട്ട് ചൂടാറിയിട്ട് 4 സൈഡും കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തിരുന്ന സമയത്ത് ഇത് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ടാവണം. ചൂടാറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തിട്ട് നമുക്ക് ഓരോ ലെയറാക്കിയിട്ട് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിതിൽ നിന്ന് എടുക്കുകയാണ്. ആദ്യത്തെ ഈ ലെയർ കുറച്ചൊരു മുരിഞ്ഞിട്ടുണ്ടാവും, എന്നാലും നമുക്ക് ഇത് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഉള്ളിലുള്ളത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. എടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, പൊട്ടിപ്പോവാതെ മെല്ലെ മെല്ലെ എടുക്കുക. കണ്ടില്ല, നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ഷീറ്റ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇത്രയും വീതിയില്ലാതെ ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കായിരുന്നു. ഞാൻ സ്പ്രിംഗ് റോളും കൂടെ ഇതിന് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ചൊരു വീതി വേണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചൊരു വീതിയിൽ ഇത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വീതി വേണോ അതിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. കണ്ടില്ല, ഇതെല്ലാം മെല്ലെ മെല്ലെ ഇതിൽ നിന്ന് അടർത്തി മാറ്റുക. അപ്പോൾ അടർത്തി മാറ്റുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ ഞാനീ പറയുന്ന അതേ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് പെർഫെക്റ്റ് ആയിട്ടുള്ള സമൂസ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കുക. ഏകദേശം ഒരു 3 മാസത്തോളം ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് പുറത്തെടുത്ത് വെച്ചിട്ട് തണുപ്പൊക്കെ വെടിയിച്ചിട്ട് നമുക്ക് സമൂസ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലത്തെ ബാഗ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കവറിലോ അല്ലെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ ആക്കിയിട്ട് വെച്ചാൽ മതി. ഇപ്പോൾ നമ്മൾ സൈഡൊക്കെ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മൾ വേസ്റ്റാക്കി കളയണ്ട. ഇത് കുറച്ച് ഓയിൽ ചൂടാക്കിയിട്ട് അതിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് സ്പൈസി ആയിട്ടോ അല്ലെങ്കിൽ നല്ല സ്വീറ്റ് ആയിട്ടോ നമുക്ക് റെഡിയാക്കി എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഇത് നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്സ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും.
സ്പൈസി ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ചാറ്റ് മസാല ഒക്കെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കുറച്ച് സ്വീറ്റ് ആയിട്ട് വേണ്ടതെന്നുണ്ടെങ്കിൽ കുറച്ച് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയിട്ട് കുറച്ച് നൂൽ പരുവത്തിലുള്ള ഷുഗർ സിറപ്പ് ഉണ്ടാക്കുക. ഇതിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. മിക്സ് ചെയ്യുക. നല്ല അടിപൊളി സ്നാക്സ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇതുപോലെ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനി ഒരുപാട് നല്ല നല്ല റെസിപ്പീസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.